ഒന്നിലധികം ചോയ്സുകൾ ഉള്ളപ്പോൾ ഒരൊറ്റ ചോയ്സ് മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിൽ യൂസറിനെ ഫോഴ്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഓപ്ഷൻ ബട്ടൺ അഥവാ റേഡിയോ ബട്ടൺ. എക്സൽ ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു ടെക്നിക്കാണിത്. എക്സലിൻ്റെ റേഡിയോ ബട്ടൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇവയെ ഫോമുലകളിലും ചാർട്ടുകളിലും എങ്ങനെ ഉപയോഗിക്കാം, ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആദ്യം റേഡിയോ ബട്ടൺ അഥവാ ഓപ്ഷൻ ബട്ടൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസ് നോക്കാം. അതിനുശേഷം റേഡിയോ ബട്ടൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതിലേക്ക് പോകാം. ഹൈദരാബാദ്, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിങ്ങനെയുള്ള സിറ്റികളിൽ സ്റ്റോറുകളുള്ള ഒരു കമ്പനിയുടെ 2017 മുതൽ 2021 വരെയുള്ള സെയിൽസ് റിപ്പോർട്ടാണ് ഈ ടേബിളിലുള്ളത്. ഇനി വലതുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോളം ചാർട്ട് കാണാം. ചാർട്ടിൻ്റെ ടൈറ്റിൽ നോക്കുക, ഇയർ 2020, അതായത് 2020 എന്ന വർഷത്തിലെ സെയിൽസ് ഫിഗറുകളാണ് ഈ ചാർട്ടിലുള്ളത്. ഹൈദരാബാദ് 7776, ബാംഗ്ലൂർ 2572. ഇനി ഈ റേഡിയോ ബട്ടൺ ഉപയോഗിച്ചിട്ട് 2017 ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നോക്കുക, അതിനനുസരിച്ച് ചാർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ഹൈദരാബാദ് 9821, ബാംഗ്ലൂർ 9911. 2019 വീണ്ടും ചാർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഇത്തരം റേഡിയോ ബട്ടൺസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നും റേഡിയോ ബട്ടൺസിനെ ഫോമുലകളിലും ചാർട്ടുകളിലും എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും നോക്കാം. ഈ കാണുന്ന വർക്ക്ഷീറ്റിലേക്ക് ഒരു റേഡിയോ ബട്ടൺ ഇൻസേർട്ട് ചെയ്യാനായിട്ട് എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ പോവുക. ആദ്യമായിട്ട് എക്സൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡെവലപ്പർ ടാബ് എക്സൽ റിബണിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടാബിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കസ്റ്റമൈസ് ദ റിബൺ, എക്സൽ ഓപ്ഷൻസ് എന്ന ഡയലോഗ് ബോക്സിൽ കസ്റ്റമൈസ് റിബൺ, ഇവിടെ വലതുവശത്ത് വരിക, ഡെവലപ്പറിന് നേരെയുള്ള ചെക്ക് ബോക്സ് മാർക്ക് ചെയ്യുക. ഓക്കെ. ശേഷം ഡെവലപ്പർ ടാബിൽ പോവുക. ഡെവലപ്പർ ടാബിലെ കൺട്രോൾസ് എന്ന ഗ്രൂപ്പിൽ ഇൻസേർട്ട്, ഫോം കൺട്രോൾസിന് താഴെയുള്ള ഓപ്ഷൻ ബട്ടൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി പോയിൻ്റർ വർക്ക് സ്പേസിലേക്ക് വരുമ്പോൾ പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം. പോയിൻ്റർ ഒരു പ്ലസ് സൈനായിട്ട് മാറി. റേഡിയോ ബട്ടൺ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ഒരു റേഡിയോ ബട്ടൺ വർക്ക്ഷീറ്റിലേക്ക് വന്നു. ഇനി റേഡിയോ ബട്ടൺ മൂവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോക്കുക, ബട്ടണിന് ചുറ്റും ഒരു ബോർഡർ വന്നാൽ കാണാം. ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് പിടിച്ച് മൂവ് ചെയ്യുക. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക. ഇനി ഈ കാണുന്ന സർക്കിളിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ബ്ലാക്ക് ഡോട്ട് ഈ സർക്കിളിനുള്ളിൽ വരുന്ന കാണാം. ഓപ്ഷൻ ബട്ടൺ 1 എന്ന ലേബൽ നമ്മൾക്ക് ആവശ്യമുള്ള രീതിയിൽ മോഡിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ടെക്സ്റ്റ്, നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക, ശേഷം വെളിയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി റേഡിയോ ബട്ടണിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് റേഡിയോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. റേഡിയോ ബട്ടൺ സെലക്ട് ചെയ്യപ്പെട്ടു. എക്സലിലും വേർഡിലും പവർ പോയിന്റിലും ഒക്കെ ഒബ്ജക്ട്സിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഡി. കൺട്രോൾ ഡി. നമുക്ക് റേഡിയോ ബട്ടൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. മറ്റൊരു കോപ്പിയോടെ വേണമെങ്കിൽ വീണ്ടും കൺട്രോൾ ഡി. അതുപോലെ തന്നെ ഒരു സമയത്ത് ഒരൊറ്റ റേഡിയോ ബട്ടൺ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുക. ഉദാഹരണത്തിന് ഈ റേഡിയോ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് സൂചിപ്പിക്കുന്ന ബ്ലാക്ക് ഡോട്ട് ഈ സർക്കിളിനുള്ളിലേക്ക് വന്നാൽ കാണാം. ഇനി ഈ റേഡിയോ ബട്ടൺസ് ഫോമുലകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഈ റേഡിയോ ബട്ടൺസ് ഈ വർക്ക്ഷീറ്റിൽ ഏതെങ്കിലും ഒരു സെല്ലുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോമാറ്റ് കൺട്രോൾ. നോക്കുക, ഫോമാറ്റ് കൺട്രോൾ എന്ന ഡയലോഗ് ബോക്സിൽ കൺട്രോൾ എന്ന ടാബിൽ വരിക. സെൽ ലിങ്ക് എന്ന ലേബലിന് നേരെയുള്ള ഇൻപുട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ വർക്ക്ഷീറ്റിലെ ഏത് സെല്ലുമായിട്ടാണോ ലിങ്ക് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യുക. ഞാൻ E2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു. ഓക്കെ. നോക്കുക, E2 എന്ന സെല്ലിൽ 2 എന്ന വാല്യൂ വന്നാൽ കാണാം. അത് സൂചിപ്പിക്കുന്നത് ഇവിടെയുള്ള രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടുത്തെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓപ്ഷൻ അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന ഈ വാല്യൂ ആണ് ഫോമുലകളിൽ നമ്മൾ ഉപയോഗിക്കുക. ഹൗ വാസ് ദ മൂവി എന്ന ഈ ക്വസ്റ്റ്യൻ ഈ കാണുന്ന റേഡിയോ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ ആവറേജ് എന്നാക്കുന്നു. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, എഡിറ്റ്, average, right click, bad. ഇനി ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഫോമുല ബാറിൽ ഈക്വൽ
ചൂസ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിൽ നിന്ന് ഇത്രാമത്തെ വാല്യൂ, അതായത് ഒന്നാമത്തെയോ അഞ്ചാമത്തെയോ പത്താമത്തെയോ വാല്യൂ എക്സ്ട്രാക്റ്റ് ചെയ്യാനായിട്ടാണ് ചൂസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ചൂസ് ഫംഗ്ഷന് 2 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് ഇൻഡെക്സ് നമ്പർ, 2 വാല്യൂ. ഇൻഡെക്സ് നമ്പറിന് വേണ്ടി ഓപ്ഷൻ ബട്ടൺസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ, അടുത്ത ആർഗ്യുമെൻറ്റ് വാല്യൂ 1, ലിസ്റ്റിലെ ആദ്യത്തെ വാല്യൂ എൻ്റർ ചെയ്യുക, ഡബിൾ കോട്ട്സ്, ഗുഡ്, ഡബിൾ കോട്ട്സ്, കോമ, വാല്യൂ 2, രണ്ടാമത്തെ വാല്യൂ ആവറേജ്, കോമ, വാല്യൂ 3, ഡബിൾ കോട്ട്സ്, ബാഡ്, ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോർമുല ആവറേജ് എന്ന വാല്യൂ റിട്ടേൺ ചെയ്തത് കാണാം. ഇനി ഞാൻ ഈ ഓപ്ഷനുകളിൽ നിന്ന് ഗുഡാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെയുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി നാലാമതൊരു ഓപ്ഷൻ ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, കോപ്പി, പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ V, എക്സലൻറ്റ്. ഇനി ഈ ഓപ്ഷൻ ഫോർമുലയിൽ ആഡ് ചെയ്യാനായിട്ട് കോമ, ഡബിൾ കോട്ട്സ്, എക്സലൻറ്റ്, ഡബിൾ കോട്ട്സ്. ഇനി ഞാൻ നാലാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെയുള്ള വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടത് കാണാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓപ്ഷൻ ബട്ടൺസിന് നേരെയുള്ള ലേബലുകളല്ല, നേരെ മറിച്ച് ചൂസ് ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാല്യൂസാണ് ഫോർമുലയുടെ റിട്ടേൺ ചെയ്യുക. ഉദാഹരണത്തിന് ബാഡിന് പകരം പുവ ആണ് ഞാൻ ഫോർമുലയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ ബാഡ് സെലക്ട് ചെയ്യുമ്പോൾ ഫോർമുല പുവ ആകും റിട്ടേൺ ചെയ്യാം. ഇനി ഇവിടെ കണ്ട പോലെ ഇത്തരമൊരു ചാർട്ടുമായിട്ട് റേഡിയോ ബട്ടൺസിനെ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത് നോക്കാം. ആദ്യം സിറ്റികളുടെ ലിസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുന്നു, കൺട്രോൾ C, കൺട്രോൾ V. നമുക്ക് ആവശ്യമുള്ള വർഷം സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന റേഡിയോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഡെവലപ്പർ ടാബിൽ ഇൻസേർട്ട്, ഓപ്ഷൻ ബട്ടൺ, ലേബൽ എഡിറ്റ് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ടെക്സ്റ്റ്, 2017. ഈ റേഡിയോ ബട്ടൻ്റെ 4 കോപ്പിയോടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, കൺട്രോൾ D, റേഡിയോ ബട്ടൺസ് എല്ലാം ഒരേ ലൈനിൽ കൊണ്ടുവരിക, കൺട്രോൾ A, എല്ലാ ബട്ടൺസും സെലക്ട് ചെയ്യപ്പെട്ടു, ഷേപ്പ് ഫോർമാറ്റ്, അലൈൻ, അലൈൻ മിഡിൽ, ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി. ലേബൽ ചേഞ്ച് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ടെക്സ്റ്റ്, 2018, 19, 20, 21. ഇനി റേഡിയോ ബട്ടൺസിനെ ഈ കാണുന്ന സെല്ലുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് കൺട്രോൾ, സെൽ ലിങ്ക്, I2 എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു, ഓക്കെ. ഇനി ഈ കാണുന്ന റേഡിയോ ബട്ടൺസ് ഉപയോഗിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന വർഷത്തിലെ സെയിൽസ് ഫിഗറുകൾ ഇങ്ങോട്ടേക്ക് കിട്ടാനായിട്ട് ഇവിടെ ഇൻഡെക്സ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു, ഈക്വൽ ഇൻഡെക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് അറേ, ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻ്റ് റോ നമ്പർ, ഇവിടെ വാല്യൂ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല, കോമ, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് കോളം നമ്പർ, കോളം നമ്പറിൻ്റെ സ്ഥാനത്ത് റേഡിയോ ബട്ടൺസുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന സെല്ലിലെ വാല്യൂ ഉപയോഗിക്കുന്നു. ഈ സെൽ റെഫറൻസിനെ ലോക്ക് ചെയ്യാനായിട്ട് F4, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇവിടെ ഇപ്പോൾ 2017 എന്ന റേഡിയോ ബട്ടണാണ് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫോർമുല ഒന്നാമത്തെ കോളത്തിൽ നിന്ന് 2017 എന്ന വാല്യൂ റിട്ടേൺ ചെയ്തത്. 2019 ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മൂന്നാമത്തെ കോളത്തിൽ നിന്ന് 2019 എന്ന വാല്യൂ ഇവിടെ വരും. ഈ ഫോർമുല താഴെ കോപ്പി ചെയ്യുന്നു. ഈ വാല്യൂസിന് 1000 സെപ്പറേറ്റർ ആഡ് ചെയ്യാനായിട്ട്
2021 സെലക്ട് ചെയ്യുന്നതെങ്കിൽ 2021 വാല്യൂസ് ഇവിടെ വന്നാൽ കാണാം. ഇനി റേഡിയോ ബട്ടൺസിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഇവയിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. കൺട്രോൾ എ. എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ചെയ്യപ്പെട്ടു. റൈറ്റ് ക്ലിക്ക്, ഗ്രൂപ്പ്, ഒരു തവണ കൂടി ഗ്രൂപ്പ്. നോക്കുക, ഓപ്ഷൻ ബട്ടൺസ് എല്ലാം ഒരൊറ്റ ഗ്രൂപ്പിൽ വന്നു. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവയെ മൂവ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കാണുന്ന വാല്യൂസ് ഉപയോഗിച്ചിട്ട് ഒരു കോളം ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ടാബിൽ പോവുക. ഇൻസേർട്ട് കോളം ഓഫ് ബാർ ചാർട്ട്, ക്ലസ്റ്റേർഡ് കോളം. കോളം ചാർട്ടിലെ ഗ്രിഡ് ലൈൻസ് റിമൂവ് ചെയ്യുന്നു. ചാർട്ട് ടൈറ്റിലിൽ ഇയർ വരാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോർമുല ബാറിൽ ഈക്വൽ വർഷം കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ. കോളങ്ങൾക്ക് മുകളിൽ സെയിൽസ് ഫിഗറുകൾ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ചാർട്ട് എലമെൻറ്റ്സ്, ഡേറ്റ ലേബിൾസ്. ഇനി റേഡിയോ ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് വർഷം സെലക്ട് ചെയ്യുന്നു ആ വർഷത്തെ സെയിൽസ് ഫിഗറുകളായിരിക്കും ഈ ചാർട്ടിൽ ഉണ്ടാവുക. 2020 നോക്കുക, അതിനനുസരിച്ച് ചാർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. വളരെ പെട്ടെന്ന് ഈ ചാർട്ട് എലമെൻറ്റ്സ് ഒന്ന് ഫോമാറ്റ് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ ആക്സിസ് ലേബിൾസ് റെഡ് കളർ അപ്ലൈ ചെയ്യുന്നു. ബോൾഡ്, ഇറ്റാലിക്. വെർട്ടിക്കൽ ആക്സിസ് ലേബിൾസ് ബ്ലൂ കളർ അപ്ലൈ ചെയ്യുന്നു. ബോൾഡ്, ഇറ്റാലിക്. ഡേറ്റ ലേബിൾസിന് ഗ്രീൻ കളർ. കോളങ്ങൾക്ക് യെല്ലോ കളർ കൊടുക്കാനായിട്ട് ഏതിലൊരു കോളം സെലക്ട് ചെയ്യുക. ഫിൽ കളർ യെല്ലോ. കോളങ്ങൾക്ക് ബോർഡർ വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, ഫോർമാറ്റ് ഡേറ്റ സീരീസ്, ഫിൽ ആൻഡ് ലൈൻ, ബോർഡർ, സോളിഡ് ലൈൻ. ഇനി വർഷത്തിന് മുന്നിൽ ഇയറിന് കൂടെ വരണമെങ്കിൽ ഇവിടെ ഈക്വൽ സൈന് ശേഷം ഡബിൾ കോട്ട്സ്, ഇയർ, സ്പേസ്, ഡബിൾ കോട്ട്സ്, ആമ്പർസാൻഡ്, എൻ്റർ. നമ്മളിവിടെ കണ്ടത് ഫോം കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള റേഡിയോ ബട്ടൺസ് ആണ്. ഇതിനു പുറമെ ആക്റ്റീവെക്സ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള റേഡിയോ ബട്ടൺസും എക്സലുണ്ട്. ആക്റ്റീവെക്സ് കൺട്രോൾ ഉപയോഗിക്കുമ്പോൾ ഒരല്പം പ്രോഗ്രാമിംഗ് ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ പോസിബിലിറ്റീസ് ലിമിറ്റ്ലെസ് ആണ്. ആക്റ്റീവെക്സ് കൺട്രോളിൻ്റെ ഭാഗമായിട്ടുള്ള റേഡിയോ ബട്ടൺസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രേറ്റ് ഡേ.